നിവേദനം ചെയ്തിട്ടുണ്ട്. ഇബ്നു ഖുസൈമ റഹ്മത്തുള്ളാഹി നിവേദനം ചെയ്തിട്ടുണ്ട്. ഇബ്നു ഹിബ്ബാൻ റളിയല്ലാഹു നിവേദനം ചെയ്തിട്ടുണ്ട്. ഇമാം ബൈഹഖി തങ്ങൾ നിവേദനം ചെയ്തിട്ടുണ്ട്. എന്താണ്? ഇന്നി ലഅലമു കലിമത്തൻ ലാ യഖൂലുഹാ അബ്ദുൽ മുഅ്മിൻ ഹഖ്ഖൻ മിൻ ഖൽബിഹി ഇല്ലാ ഹുരിമ അലന്നാർ. എനിക്കൊരു കലിമയെ പറ്റി അറിയാം. ആ വാചകം ഒരു മുഅ്മിനായ മനുഷ്യൻ ആത്മാർത്ഥമായി ഹൃദയത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ നരകമാറ്റങ്ങൾ നിഷിദ്ധമാണെന്ന് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ കേട്ടു നിന്ന ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അലാ ഉഹദ്ദിസുക മാ ഹിയ, ഞാൻ പറഞ്ഞില്ല ആ കലിമ ഏതാണെന്ന് എനിക്കറിയാം. ഈ കലിമത്തുൽ ഇഖ്ലാസ് التي أنزلها الله تبارك وتعالى محمدا صلى الله عليه وسلم وأصحابه. അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അവിടുത്തെ അനുചരന്മാർക്കും സഹാബാക്കൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സെക്കൻഡ് പോലും ഇടയില്ലാതെ ഒരു ലഹദ സമയം പോലും ഒഴിവില്ലാതെ ദായിമാക്കി കൊടുത്ത പരിശുദ്ധമായ കലിമത്തുൽ ഇഖ്ലാസാണ്. ഇത് കലിമത്തുൽ ഈമാനാണ്. അതുപോലെ തന്നെ കലിമത്തുൽ തഖ്വയാണ്. അല്ലത്തി അലാ അലൈഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമ്മഹു അബാ താലിബിൻ ഇൻദൽ മൗത്ത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പിതൃവ്യൻ അബൂ താലിബിനെ കാണിച്ചു കൊടുത്തുകൊണ്ട് ക്ഷണിക്കാൻ വേണ്ടി കൊണ്ടുപോയ കലിമത്താണ് കലിമത്തുൽ തഖ്വ. ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ഹദീസ് വളരെ വ്യക്തമായിട്ട് നാം മനസ്സിലാക്കേണ്ടതും പഠിക്കേണ്ടതുമാണ്. അബൂ താലിബ് എന്നവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി വെറും ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് മാത്രം നിന്നാൽ കാര്യം നടക്കൂ. അപ്പൊ ഏതാണ് കലിമ? അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം മതി. അപ്പോ പരിശുദ്ധമായ കലിമത്തുൽ തഖ്വ എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന പരിശുദ്ധമായ കലിമയാണെന്ന് ബുദ്ധിയുള്ള ആളുകൾ മനസ്സിലാക്കാൻ പ്രയാസമില്ല. വഅൻതും കലിമത്തുൽ തഖ്വ വകാനു അഹഖ ബിഹാ വഅഹ്ലഹാ. മഹാന്മാരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റിയും മഹാന്മാരായ സ്വഹാബത്തിനെ പറ്റിയും പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൽ ഫത്ഹിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വഅൻതും കലിമത്തുൽ തഖ്വ. അല്ലാഹു അവർക്ക് കലിമത്തുൽ തഖ്വയെ അറിയിച്ചു. അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സഹാബാക്കൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ശാന്തി സമാധാനം കൊടുത്തു. വഅൻതും കലിമത്തുൽ തഖ്വ, അവർക്ക് കലിമത്തുൽ തഖ്വയെ അറിയിച്ചു കൊടുത്തു. അവർ സമയം പോലും വഴിയില്ലാതെ പ്രസിദ്ധമായ കലിമയാണ് അവരുടെ യഥാർത്ഥ വഴി. അവർ ധരിക്കുന്നതായിരുന്നു. അൽദമന്റെ മാനത്തിൽ നമുക്ക് വല്ല സംശയം തോന്നുകയാണെങ്കിൽ ഈ മഹാന്മാരായ സഹാബത്ത് അവർ ഈ കലിമയുടെ അർഹരും അവകാശികളും അവരായിരുന്നതിൽ അഹലുകാരവരായിരുന്നു. അഹലുകാരാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പോയിരുന്ന ആൾക്കാരെ പറ്റി അഹലുകാരെന്ന് അവിടെ ദുബായിക്കാരനെ പറ്റി പറയുന്നത്. അപ്പൊ അവിടെ പോയിട്ട് കുറച്ചാൽ അവിടുത്തെ ദുബായിക്കാരാകും. ഏതായിരുന്നാലും അഹലുകാരനാണെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ പോകും. അപ്പൊ ഈ പരിശുദ്ധമായ കലിമ മഹാന്മാരായ സഹാബങ്ങൾക്ക് ഈമാൻ, ഈ പരിശുദ്ധമായ ഈമാനിന്റെ വാക്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൃദയത്തിൽ കൊത്തിവെച്ചിരുന്നു എന്ന് ഈ ആയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അപ്പോ ഇതാണ് നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗം. ഇതാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഈ ഹദീസ് ഉദ്ധരിച്ചതിന് ശേഷം വീണ്ടും പറയുന്നു, അലാ വഹിയ കലിമത്തുൽ ഇഖ്ലാസ്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന പരിശുദ്ധമായ വചനമാണ് കലിമത്തുൽ ഇഖ്ലാസ്. അലാ വഹിയ കലിമത്തുൽ ഇസ്ലാം, അതാണ് ഇസ്ലാമിന്റെ കലിമത്ത്. മുസ്ലിമാവാനും ആ കലിമ വേണം.
അലാ വലിയ കലിമത്തിൽ ഖുർബ്, അല്ലാഹുവിനുള്ള സാമീപ്യം കരസ്ഥമാക്കാനും ആ കലിമ വേണം. തരീഖത്തുകൊണ്ട് ആവശ്യപ്പെടുന്ന ആഗ്രഹിക്കുന്നതാണല്ലോ. തരീഖത്തുകൊണ്ടുള്ള ആവശ്യം അല്ലാഹുവുമായുള്ള സാമീപ്യം കിട്ടുന്നതാണ്. അലാ വലിയ കലിമത്തിൽ ഖുർബ്, അല്ലാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കാനുള്ള വചനവും ഇതാണ്. അലാ വലിയ കലിമത്തിൽ നജാ, രക്ഷപ്പെടാനുള്ള കലിമയും ഇതാണ്. അലാ വലിയ കലിമത്തുൽ ഉലിയ, ഏറ്റവും ഉന്നതമായ വചനമെന്ന് പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തിയതും ഈ കലിമയാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോ പരിശുദ്ധമായ കലിമത്തുൽ തൗഹീദ് അത് മഹാന്മാരായ സ്വഹാബാക്കൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ചതായിരുന്നു. ആ പരിശുദ്ധമായ കലിമ അത് മനുഷ്യ ഹൃദയങ്ങളിൽ സുദൃഢമായി സ്ഥാപിക്കുക, അതിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ജീവിതം ക്രമീകരിക്കുക, ഇതാണ് യഥാർത്ഥത്തിൽ ഖാദിരിയ്യ തരീഖത്തിന്റെ പണി, ദൗത്യം. അതാണ് മഹാനായ പറഞ്ഞിട്ടുണ്ട്, മുഴുവൻ പൈശാചിക പ്രേരണകളിൽ നിന്നും മനുഷ്യ ഹൃദയം മുക്തമാവണമെങ്കിൽ അതിനേറ്റവും വലിയ ആയുധം ഈ പരിശുദ്ധമായ കലിമത്തുൽ തൗഹീദാണ്. അവിടെ തന്നെ ഒന്നിൽ പറയുന്നു, ശൈത്താനുമായിട്ട് സമരം ചെയ്യണമെങ്കിൽ, പിശാചുമായിട്ട് ഏറ്റുമുട്ടണമെങ്കിൽ, അവനെ പ്രതിരോധിക്കണമെങ്കിൽ, നമ്മുടെ മുഴുവൻ ആരാധന കർമ്മങ്ങളിൽ നിന്നും അവന്റെ ദുർബോധനങ്ങളെ അകറ്റി നിർത്തണമെങ്കിൽ അത് ഏറ്റവും നല്ല ആയുധം, ഏറ്റവും അനുയോജ്യമായ ആയുധം അത് പരിശുദ്ധമായ കലിമത്തുൽ ഇഖ്ലാസാണെന്ന് മഹാനായ അവിടുന്ന് മദ്ഹറബാനിയിൽ ഇതിന് ഉപോത്ബലകമായി ഹദീസ് നിവേദനം ചെയ്യുന്നുണ്ട്. അതൊരു ശയാത്തീനക്കും بقول لا إله إلا الله محمد رسول الله فإن الشيطان يغنى بها كما يغني أحدكم بعيره بكثرة الركوب وسيل الأعمال عليه. അവനും ശയാത്തീനക്കും നിങ്ങളുടെ മുഴുവൻ പിശാചുക്കളെയും നിങ്ങൾ തകർത്തണം. എന്തുകൊണ്ടാണ് തകർക്കുന്നത്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന പരിശുദ്ധമായ കലിമ കൊണ്ട് മുഴുവൻ പിശാചുക്കളെയും, മുഴുവൻ പൈശാചിക പ്രവർത്തനങ്ങളെയും നിങ്ങൾ വർദ്ധിക്കണം, തകർക്കണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ഈ പിശാചിന്റെ വചനം ഇതിലെ കണ്ടുകൂടാ. അതുകൊണ്ടാണ് ഇതിന്റെ അഹലുകാരത്തിനെയും കൂടുതൽ ഉദ്രണ്ടികൾ ഇന്നത്തെ കാലത്ത് ഉണ്ടാവാൻ കാരണം. നിങ്ങൾ ഓരോരുത്തരും അവന്റെ വാഹനമാകുന്ന ഒട്ടകത്തെ കൂടുതൽ യാത്ര ചെയ്തുകൊണ്ടും ഭാരങ്ങൾ എത്തിവെച്ചുകൊണ്ടും ആ ഒട്ടകങ്ങളെ എത്ര കണ്ട് ക്ഷണിക്കുമോ എന്നതുപോലെ തന്നെ ഈ പരിശുദ്ധമായ കലിമത്തുൽ തൗഹീദിന്റെ വാഹകരാണെങ്കിൽ തീർച്ചയായിട്ടും വിശ്വാസിക്കുക തന്നെ ചെയ്യുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധമായ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ടാണ് മഹാനായ ഈ സംഗതി നമ്മളോട് കൊടുക്കുന്നത്. അപ്പോ ഇന്ന് തരീഖത്തുകൾ ഒരുപാടുണ്ട്. ഒരുപാട് തരീഖത്തുകളെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. ഹക്കായ വഴികൾ ഒരുപാടുണ്ട്. എല്ലാം സംഭവം ശരിയാണ്. പക്ഷേ ഖാദിരിയ്യ തരീഖത്ത് ഈ പരിപൂർണമായ കലിമയുടെ ദൗത്യം ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ ആവശ്യമായ എല്ലാ പ്രമാണങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. നാം ശ്രദ്ധ മാത്രമാണ്. അല്ലാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കാൻ ഒരുപാട് വഴികളുണ്ട്. അല്ലാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കാൻ പല മാർഗങ്ങളുമുണ്ട്. പക്ഷേ ഏറ്റവും ഉന്നതമായ മാർഗം മഹാനായ ഔഫിലാദിന്റെ പേരിൽ എന്നറിയപ്പെടുന്ന ഈ ഖാദിരിയ്യ തരീഖത്താണ് എന്ന വസ്തുത മനസ്സിലാക്കി തരാനാണ് ഞാൻ ഇത്രയും സംസാരിച്ചത്.
ഇത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബഹുമാനപ്പെട്ട അലിയും റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ അന്വേഷിച്ച് വാങ്ങിയ ദലീലാണെന്ന് മഹാനായ റസൂലുള്ളാഹി റളിയല്ലാഹു അൻഹു പോലുള്ള ആളുകൾ നിവേദനത്തിന്റെ ഹദീസിലുണ്ട്. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചെന്ന് ആവശ്യപ്പെടുകയാണ്, യാ റസൂലുള്ളാഹ് ദുല്ലനി അലാ സബിൽ റസൂലുള്ളാഹ് വഅസ്ഹരിഹാ ലിബാസ് വഅഫ്ദലിഹാ ഇൻദല്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകനെ അല്ലാഹുവുമായിട്ട് അടുക്കണം, അല്ലാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കണം, എന്റെ ഹൃദയം ശുദ്ധിയാകണം. അതിനുള്ള ഏറ്റവും നല്ലൊരു മാർഗം അവിടുന്ന് എനിക്ക് അറിയിച്ചു തരണം. അള്ളാഹുവിലേക്ക് എത്രയും പെട്ടെന്ന് അടുക്കാനുള്ളത് ദലീലുകൾ. ദലീലുകൾ ഒരുപാടുണ്ട്, പല ദലീലുകളുണ്ട്. മഹാനായ ദലീൽ മഖ്ദൂം റളിയല്ലാഹു അൻഹു അവിടുന്ന് അതിർക്കയിലൂടെ നമുക്ക് പറഞ്ഞു ദലീലത്തിന്റെ വ്യത്യസ്തമായ ഘട്ടങ്ങളെ പറ്റി. ഇന്ന് ഖാദിരിയ ദലീലത്തിന്റെ അഹങ്കാരമെന്ന് പറയുന്ന ആളുകൾ അവരും ചിന്തിക്കണം, എന്ത് ഖാദിരിയാണ് നമ്മുടെ കയ്യിലുള്ളത് എന്ന്. അത് ലിബാസുൽ ഖാദിരി എന്ന് പറയുന്ന ഖാദിരിയുണ്ട്, അതുപോലെ തന്നെ ഔറാദുൽ ഖാദിരിയുണ്ട്, പിന്നെ ഖൽബുൽ ഖാദിരിയുണ്ട്, റൂഹുൽ ഖാദിരിയുണ്ട്. 4 ഖാദിരി ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ ആദി ധരിക്കുന്ന ആദ്യ ധരിക്കുന്നതാണ് എന്ന് പറഞ്ഞ് ഇത് പ്രമാണം എഴുതാൻ വേണ്ടി പറയണതല്ല. ഇതൊക്കെ കിതാബുകളുടെ കാര്യമാണ്. ഖാദിരി എന്ന് പറഞ്ഞാൽ ലിബാസുൽ ഖാദിരി ഉണ്ട്. ലിബാസുൽ ഖാദിരി എന്ന് പറഞ്ഞാൽ ഖാദിരിയ ദലീലത്തിന്റെ ആളുകൾ തന്നെയാണ്. മഹാനായ അവിടുന്ന് പറഞ്ഞുകൊണ്ട് വിഷയങ്ങൾ തന്നെയാണ്. പക്ഷേ അതിന്റെ സമ്പൂർണമായ ശൈലിയും രൂപവുമല്ല. അത് ശിഷ്യന്മാർക്ക് ഒരു പ്രത്യേക വർണ്ണമുള്ള കുപ്പായം കൊടുത്ത് അല്ലെങ്കിൽ തലയിക്കെട്ട് കൊടുത്ത് തൊപ്പിട്ട് കൊടുത്ത് അവരങ്ങനെ കൊടുത്തൊരു പരിപാടിയുണ്ട്. അതുള്ളതാണ് അതാവന്റെ രീതിയിൽ മഹാനായ ഈ ലിബാസിന്റെ അടക്കം ഒരു തലയിക്കെട്ട് അല്ലെങ്കിൽ തൊപ്പി തലയിൽ വെച്ച് അങ്ങനത്തെ കാര്യങ്ങൾ തൊപ്പി തലയിൽ വെച്ച് ഒരുത്തൻ സിനിമാണ്ടാക്കി പോകും. ഇതൊന്നും എല്ലാവരും വീട്ടിൽ തൊപ്പി തലയിൽ വെച്ചാൽ തന്നെ സിനിമാണ്ടാക്കി പോകില്ല. ഇതിനൊക്കെ വരി തന്നെയുള്ളൂ. എന്നാലും കുട്ടികളുടെ അടിയിൽ വെച്ച് കാണാൻ ഉണ്ടാകും. ഇതിനൊക്കെ വേറെ പാർക്കാരാണെന്നൊക്കെ വന്നിട്ടൊക്കെ കാണും. അത് ഹൈദരാബാദിൽ എവിടെ നോക്കുമ്പോൾ അവിടെ നിന്ന് ആരോ പറഞ്ഞു, ഹൈദരാബാദ് പോയാൽ പറഞ്ഞതാണ്. സിനിമ ടാക്കിൽ നല്ല തൊപ്പി താടി വെച്ച ആൾക്കാരാണ്. ഒരു ചർക്കയിലുണ്ട് അവർ വൃത്തദേശം കൊണ്ടുകളും. അപ്പോൾ അവിടെ ഈ തലയിക്കൊണ്ടും താടിയൊന്നും വെച്ചുകൊണ്ടൊന്നും പിന്നെ സിനിമക്ക് കുഴപ്പമില്ല. കാരണം ആൾക്കാർ എല്ലാവരും അതേമാതിരി പോയി കാണുക. എന്താ പറയുക, ഇവിടെ ഇപ്പോൾ അധികം ഭൂരിപക്ഷവും ഈ താടിയും തലയിക്കൊണ്ടും ഇല്ലാത്തവരെ പോയി കാണുമ്പോൾ കൂട്ടത്തിലൊന്നിനെ കാണുമ്പോൾ അപവാദമായിട്ട് ഞങ്ങൾ മനസ്സിലാക്കാന്നുള്ളത്. അവിടെ അങ്ങനെ മുഴുവൻ ആ കോലത്തിലാക്കുള്ളത് അവർ പ്രശ്നമില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ആയാതെ നിങ്ങളെ കൊണ്ടൊന്നും അവരെ നിയന്ത്രിക്കാൻ പറ്റും. പിന്നെന്ത് ചെയ്യണം, പ്രത്യേകമായൊരു തലയിക്കിട്ട് ഒരു തൊപ്പിയിട്ട് കൊടുത്ത് ഇതൊരിക്കലും നൽകുന്ന നയിക്കരുതെന്ന് വന്നിട്ട് കൊടുത്താൽ പിന്നെ അദ്ദേഹത്തിൽ വരുമ്പോൾ ഇതിൻ്റെ ഇവരുടെ ജീവിതത്തിലെന്നാണ് ഇവിടെ എന്ന് പറയും. അപ്പോൾ എടുത്തിട്ട് ഏതായാലും പോകില്ല. ഇപ്പോൾ സാധാരണ പറയും മക്കത്തോട്ട് ആജി വന്ന ആളാണ്, ലാഭം കണ്ടുവന്ന ആളാണ്, ഇഞ്ചാടായി നോക്കിയാൽ കാട്ടുന്നത് ആചാരല്ലേ നിങ്ങളായി നോണറിയണത്. ഇങ്ങനെ ഓരോ കണ്ടു ഞങ്ങൾ ഇത് വെച്ച് തൊക്കിയിട്ട് കഴിഞ്ഞാൽ താടി വെച്ച് കഴിഞ്ഞാൽ ഇതിനൊക്കെ പല നിലക്കുള്ള പ്രതിഫലനങ്ങളും നമ്മുടെ ഈ സദാചാര ജീവിതത്തിൽ ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ ഇത് കൊടുക്കുന്നത് പോലെ തന്നെ മഹാന്മാർ ഇങ്ങനെ നില തനിക്കട്ടോ അല്ലെങ്കിൽ അവലൊക്കെ ചിലപ്പോൾ നിലനിലയായിട്ട് തനിക്കൊക്കെ പോകുമ്പോൾ കാരണം ഓനെ പിന്നെ എവിടെയും കാണില്ല. ഇതിനുണ്ട് അതിനൊക്കെ അസലുകളുണ്ട്, പ്രമാണങ്ങളുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതായിട്ടുള്ള തെളിവുകളുണ്ട്. ഫതാവൽ ഹദീസിൽ മഹാനായ ഇങ്ങനെ പ്രത്യേക വിവാദത്തെ പറ്റി ഒരു ശൈലിയെ പറ്റി പറയുന്നുണ്ട്. പിന്നെ ഔറാദുകളുണ്ട്. ഇത് ഖാദിരിയ തരീഖത്തിലും ഔറാദുകളുണ്ട്, മറ്റുള്ള തരീഖത്തിലും ഒക്കെ ഔറാദുകളുണ്ട്. അത് പ്രത്യേക സമയങ്ങളിലൊക്കെ ചെയ്യുന്ന പ്രത്യേകമായ വിരുന്നുകളും മറ്റൊക്കെ പറഞ്ഞിട്ടുണ്ട്.